പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, ബോബി ചെമ്മണ്ണൂർ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലല്ല, കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്കടുത്ത് കൈതമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ രണ്ട് അതിഥികൾ ഇണചേർന്നുകൊണ്ടിരിക്കുന്നു. പാമ്പുകളെ പോലെ ഇണചേരാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ താമസമുള്ളൊരു വീട്ടിൽ വീടിൻ്റെ പറമ്പിൽ രണ്ടുപേരിങ്ങനെ ചുറ്റിപ്പനയുന്നു എന്ന് പറഞ്ഞ് ഇവരെന്നെ വിളിക്കുന്നത്. ഇണചേർന്നിട്ട് ഇവരെ ആൾക്കാരെ കണ്ടപ്പോൾ അത് പോയി ഒരു മാളത്തിൽ കയറി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തലയിട്ട് ഇവർ വിളിക്കുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു, ട്രിവാൻഡ്രത്തായിരുന്നു. എന്തായാലും നമ്മൾ അതൊക്കെ അവഗണിച്ച് അല്ലെങ്കിൽ അതിജീവിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് നമ്മുടെ പുതുപ്പള്ളിക്കടുത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്കറിയാം, വീട് കാണാം, വീടിൻ്റെ മുന്നിൽ കാറുണ്ട്. അപ്പോൾ താമസമുള്ള വീടാണ്. അപ്പോൾ അവർ രണ്ടുപേരും അതിനകത്ത് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ പുതിയ വർഷം 2019 ഞങ്ങൾക്ക് നല്ല വർഷമാണെന്ന് തോന്നുന്നു. കാരണം കിണറ്റിൽ വീഴുന്ന അതിഥികൾ, അതോടൊപ്പം തന്നെ ഇണചേരുന്ന അതിഥികളൊക്കെ, അതായത് 2019 ജനുവരി അവസാന പകുതിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇണചേർന്ന് കഴിയുകയാണ്. മൂർഖനും അണലിയൊക്കെ ഇണചേർന്ന് കഴിയുന്ന സമയമാണ്, ഇണചേർന്ന് തീരുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫീമെയിൽ റെസ്റ്റിലാണ്, മുട്ടയിടാനുള്ള ശരീരം ഒന്നും അനങ്ങാതെ മാളത്തിലിരിക്കുന്ന പുറത്തിറങ്ങി കിടക്കുന്നൊരു അവസ്ഥയാണ്. അത് കഴിഞ്ഞ് മുട്ടയിട്ട് പിന്നെ 60 ദിവസം കഴിഞ്ഞ് 55 മുതൽ 60 ദിവസത്തിനകത്ത് മുട്ട വിരിയുന്നൊരു കാലഘട്ടം. മാർച്ച് അവസാനം ഏപ്രിൽ മുട്ട വിരിയുന്ന സമയമാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഈ വീട്ടിൻ്റെ മുറ്റത്ത് ആണ് നമ്മൾ നിൽക്കുന്നത്. ആ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞു ഒരാളോടും പറയരുതെന്ന് പറഞ്ഞു. അവർ 3 വരെ ഉള്ളതെന്ന് പറഞ്ഞു. ഇവരെ നാട്ടിൽ 300 പേരാണ് 3 വരെ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ആ സ്ഥലത്തേക്ക് അവരോട് ചോദിക്കാം എവിടെയാണെന്നുള്ളത്. എന്നിട്ട് പോകാം നമുക്ക് ആ അതിഥിയുടെ അടുത്തേക്ക്, അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എങ്ങോട്ടാ, പുറകിലാണോ? എന്തായാലും നമ്മൾ ഇവിടെ എത്തി. പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ല പണിയാണ്. എനിക്ക് ഒത്തിരി തേരി അങ്ങോട്ട് ആ വസ്തു കുറച്ച് ഇടിക്കേണ്ടി വരും തോന്നുന്നു. കാരണം വലത്തോട്ടാണെങ്കിൽ ആ ഹോൾ നേരെ അങ്ങ് മുകളിലേക്ക് കിടക്കണം, ഇങ്ങോട്ടാണെങ്കിൽ കുറച്ച് ദൂരമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്തായാലും എനിക്ക് അധികം വെട്ടാനൊന്നും കഴിയും. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2-3 ദിവസം പോലും ആയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും തുടങ്ങി വെക്കാം. പിന്നെ ഇവിടുത്തെ നാട്ടുകാരെങ്കിലും 1-2 പേരെ കൂടി സഹായം കിട്ടിയാൽ മാത്രമേ നമുക്കിത് ശരിയാക്കി നോക്കാൻ പറ്റുള്ളൂ. എന്തായാലും വീടിൻ്റെ ഓണർ ആരാണ്? സാറേ, നമുക്കേ ഈ മേളത്തെ പറമ്പ് സാറിനുള്ളതാണോ? കുഴപ്പമൊന്നുമില്ല, ഇടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ കിളയിൽ ആരംഭിക്കാം. എന്തായാലും നമ്മൾ നമ്മുടെ ഇന്നത്തെ കിളയിൽ ആരംഭിക്കുകയാണ്. പക്ഷേ ഇതെനിക്ക് നല്ല പ്രായമുള്ള സാധനം. എന്തായാലും എനിക്ക് ഈ വീടിൻ്റെ ഓണറോട് പറയാനുള്ളത്, ഇത് കൊടുക്കരുത്, ഇത് നമുക്ക് പുരാവസ്തുക്കാർക്ക് കൊടുക്കാനുള്ളതാണെന്നുള്ളതാണ് കേട്ടോ. എന്നാലും ഇവർ പറയുന്നുണ്ടായിരുന്നു ഈ റൈറ്റിൽ കൂടിയാണ് ഇറങ്ങി വരുന്നത്, വലതുവശത്തൂടെയാണ് ഇറങ്ങി വരുന്നത്. പക്ഷെ അവിടെ ഇറങ്ങി വരാനായിട്ട് ഇനി ഇറങ്ങി വരാൻ സാധ്യത, കാരണം നന്നായിട്ട് ചിതൽ ഉറുമ്പോ കൊള്ളണം. അപ്പോൾ ആരെങ്കിലും കാണാൻ കഴിയുന്നില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ സ്ഥലം ഈ ഏരിയ മുഴുവനും ഹോളായിരിക്കും. താപ്പോട്ടൊക്കെ ഇതുണ്ടല്ലോ, താപ്പോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മിക്കവാറും എൻ്റെ ഓണർക്ക് പണിയാവും തോന്നുന്നു. ഇവിടെ മൊത്തം ഇടിച്ച് മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നു. അവർക്ക് അതിര് കെട്ടാൻ വേണ്ടിയുള്ള ഐഡിയ ഉണ്ടോയെന്നുണ്ട്, നമ്മളെ വിളിച്ചത് ഇടിച്ച് മാറ്റാൻ വേണ്ടി. എന്തായാലും നമുക്ക് പൈപ്പ് ആ കമ്പിക്കകത്തോട്ട് കുത്തിയപ്പോൾ
പെട്ടെന്ന് മണ്ണനങ്ങുന്നുണ്ടോ നോക്കിയപ്പോൾ ഒരാൾ ചെറുതായിട്ട് ഇങ്ങനെ തല കൊണ്ടുവന്നിട്ട് തിരിച്ച് അതേപടി അകത്തോട്ട് പോയി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് താഴോട്ടുള്ള ഹോളാണ്, താഴേക്ക്. അപ്പോൾ മിക്കവാറും നമ്മളിനി ഇവിടുന്ന് ഇടിച്ചങ്ങോട്ട് താഴെ നിന്ന് ഇടിച്ചങ്ങോട്ട് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു തല കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മിക്കവാറും ഞാൻ മണ്ണിട്ട് തട്ടി ആ ഹോൾ അടച്ചപ്പോൾ ഏറെ കിട്ടാതിരുന്നപ്പോൾ മിക്കവാറും തല ഇട്ടതായിരിക്കാണ് സാധ്യത കൂടുതൽ. എന്തായാലും നമുക്ക് ഇവരെ നാട്ടുകാരുടെ ഇവിടെ സഹകരണത്തോടു കൂടി നമുക്കിതിനെ ഒന്ന് മാന്തി നോക്കാം. എന്തായാലും അവർ നോക്കി നിന്നത് ഫലമുണ്ട്. നമുക്ക് കാണാം 2 പേരും, ഒരാളല്ല 2 പേരുണ്ട്. 2 പേരും ആണും പെണ്ണും ആണെന്നൊന്നുമല്ല. കാരണം ചിലപ്പോൾ പെണ്ണും തമ്മിൽ പെനയാം, ചിലപ്പോൾ ആണും തമ്മിൽ പെനയാം, അറിയാതെ. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒന്നൊന്നിനെ കൊന്ന് തിന്നാം. എന്തായാലും നമുക്ക് ഇവർ പുറത്തേക്ക് എടുത്താൽ മാത്രമേ നമുക്ക് ഇവരാണോ ഫീമെയിലാണോ മെയിലാണോ അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ഇനി ഇടിക്കാൻ നിന്നാൽ മുഴുവൻ ഇടിക്കണം. അപ്പോൾ നമുക്ക് പതുക്കെ ഒരു കമ്പ് കൊണ്ട് പതുക്കെ തട്ടി പുറത്തേക്ക് കൊണ്ട് നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഹോളിൽ കൂടി ആ അതിഥിയെ. നമുക്ക് ഇദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് മിക്കവാറും ഉള്ളിലേക്ക് നല്ല വഴി, അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അകത്തോട്ട് നല്ല വഴി. പിന്നെ ഇനി വീണ്ടും ഒന്നുകൂടി കുറേ കൂടി ഇടിച്ചാലേ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും അദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും പക്ഷേ ഉള്ളിലേക്ക് നല്ല ഹോളാണ്. എന്തായാലും നമ്മുടെ സമയം വെറുതെ ആയില്ല, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം വെറുതെ ആയില്ല. ഒരാളിനെ മാത്രം കിട്ടി. നമുക്ക് കാണാം. എന്തായാലും നമുക്ക് ഒരാളിനെ കിട്ടിയെങ്കിലും ഈ ഇണചേർന്നിരിക്കുന്ന സമയമുണ്ട്. ഇണചേരാൻ പറ്റാത്തത് കൊണ്ടും നല്ല ദേഷ്യം ഉണ്ടാകുന്നൊരു സമയമാണ്, ദേഷ്യത്തിലിരിക്കുന്നൊരവസ്ഥയാണ്. ഈ സമയത്ത് കടിക്കണം എന്നുള്ള ടെൻഡൻസി മാത്രമേ ഇവർക്കുള്ളൂ. ഇണചേരുന്ന സമയത്ത് തന്നെ ഇണയെ ആണ് പെണ്ണിനെ കടിച്ച് മുറിവേൽപ്പിച്ച് ഇണചേരുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഇണചേരുന്ന സമയത്തും ഇണയോട് പോലും സ്നേഹമില്ലാത്ത ഒരു ജീവിയാണ് പാമ്പുകൾ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു പ്രത്യേകത ഉള്ളപ്പോൾ നമുക്ക് കാണാം ഇദ്ദേഹം ഇങ്ങനെ മലർന്ന് ഇദ്ദേഹം കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇദ്ദേഹം ആണാണ്. ചെളിയൊക്കെ പിടിച്ച് നല്ല ഒരു പരിപാലിക്കണം. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ് കടിക്കണമെന്നുള്ള ടെൻഡൻസി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആൾക്കാരെ മാറി നിൽക്കാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഇവരുടെ സമീപനം കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടി കിട്ടിയത്. എനിക്ക് 390 പ്രാവശ്യത്തോളം കടി കിട്ടിയതിൽ 10 പ്രാവശ്യം ക്രിട്ടിക്കലായ യഥാർത്ഥത്തിൽ കോട്ടയം ജില്ലക്കാരുടെ സമ്മാനമല്ല, തിരുവനന്തപുരവും കൊല്ലം ജില്ലക്കാരുടെ സമ്മാനമായിരുന്നു ഈ 10 കടിയിൽ. 2 പ്രാവശ്യം വെന്റിലേറ്ററിൽ 8 പ്രാവശ്യം ഐസിലും കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഇപ്പോൾ ഇത് അതുപോലെ തന്നെ ഇതിപ്പോൾ തിരിഞ്ഞു ഒന്ന് കടിക്കാം. ഇദ്ദേഹം പത്തി വിടർത്താത്തത് അതുകൊണ്ട് പത്തി വിടർത്തുന്നില്ല. തിരിഞ്ഞ് മലർന്ന് വന്ന് വേണമെങ്കിൽ കയ്യിൽ കടിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഇദ്ദേഹം ഒരുക്കും. അതിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ നോക്കുക. അത്ര വലിയ പ്രായക്കാരനൊന്നും അല്ലെങ്കിലും ഏകദേശം ഒരു 7 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു അതിഥിയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഇവിടെ ഒത്തിരി നാൾ കൊണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ അതിഥിയെ ബോട്ടിലാക്കിയതിനു ശേഷം ഇനി ഒരു അതിഥി കൂടെ ഉണ്ട്. 2 വാൽ എന്തായാലും അതിനകത്ത് കണ്ടു. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമൊക്കെ എനിക്ക് വെഞ്ഞാറമൂട്ടിയിൽ നിന്ന് ഇണചേരുന്ന സമയത്ത് ഒരു മാളത്തിൽ നിന്ന് 5 പാമ്പുകളെ പിടികൂടാൻ 5 പാമ്പുകൾ. ഇനി ഇത് നമ്മൾ ഇടിച്ച് നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് 2 പേരാണോ അത് നേരത്തെ കയറി ഇരുന്നിട്ടുള്ള ആളുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ നമ്മൾ സമയം കളയുന്നില്ല. ഇദ്ദേഹത്തെ ഇവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങി ബോട്ടിൽ അടച്ചതിന് ശേഷം മറ്റതിഥിയെ കൂടി എടുത്തതിന് ശേഷം നമുക്ക് 2 പേരെ ഒരുമിച്ച് നമുക്ക് പുറത്ത് ഇവർക്ക് നാട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഏകദേശം 5 അടിയോളം നീളമുള്ള കാണാം. നമുക്ക് 5 അടി 4.25 അടിയിലേറെ നീളമുള്ള 7 വയസ്സോളം പ്രായമുള്ള ഒരു അതിഥിയാണ്. ഇദ്ദേഹത്തെ നമ്മൾ എന്തായാലും ബോട്ടിൽ അടച്ചതിന് ശേഷം നമ്മൾ വീണ്ടും മറ്റ് ഇദ്ദേഹത്തെ ബോട്ടിലാക്കിയതിന് ശേഷം
നമ്മൾ മടങ്ങി വരുന്നുണ്ട്. എന്തായാലും നമ്മൾ 2 അതിഥികളുടെ വാല് നമ്മൾ കണ്ടായിരുന്നു മാളം പൊളിക്കുന്ന സമയത്ത്. പക്ഷേ ഉള്ളിലേക്ക് മാളമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി മേളിൽ നിന്ന് കുറച്ച് ഇടിച്ച് നോക്കിയാലേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ആ കിട്ടിയ അതിഥിയെ ബോട്ടിലാക്കി. ഇനി ഒരാളും കൂടി ഉണ്ട്. ഇത്രയും അല്ലാത്തൊരു ചെറിയ കനം കുറഞ്ഞ ആളും കൂടിയാണ് ഇനി അതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തെ നമ്മുടെ ഒരു ചേട്ടൻ ആദ്യം ഓടി ഒന്ന് മാളത്തിനകത്ത് തലയിട്ട ചേട്ടനെ ഞാൻ പിടിച്ച് ഉടുപ്പിലേക്ക് പുറകോട്ട് നിർത്തിയതാണ്. പക്ഷേ അദ്ദേഹമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഉപകാരപ്പെട്ടത്. പുള്ളിയാണ് ഇടിക്കാനായിട്ട് കൂടിയത്. പുള്ളിക്ക് നല്ല ക്ഷീണമുണ്ട്. പുള്ളി ഇടിച്ചപ്പോഴത്തേക്ക് ജനറേറ്റർ ഇരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളോടൊപ്പം സഹകരിച്ച ആ മനുഷ്യനെ നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ വീണ്ടും വിളിക്കുകയാണ്. അപ്പം ഞാനും അദ്ദേഹം കൂടി പൊളിച്ച് ബാക്കി എല്ലാവരെയും മാറ്റി നിർത്തുകയാണ്. എന്തായാലും നമ്മൾ വെട്ടിയിട്ടൊന്നും ഒരു അർമാദം കാണുന്നില്ല. അകത്തേക്ക് നല്ല ഹോളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ആളിൻ്റെ എണ്ണം 2-3 പേര് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വിട്ടിട്ട് പോകാൻ കഴിയില്ല. താമസമുള്ള വീടാണ്, കുട്ടികളുള്ള വീടാണ്. പിന്നെ നമുക്ക് കാണാം, ഇവിടെ കാണാൻ തന്നെ, ഇവിടെ തന്നെ കാണാം. ഈ ഏരിയയിൽ ഞങ്ങൾ ഇത്രയും ആളില്ല. പക്ഷേ എന്ത് കുട്ടികളാണ് ഇവിടെയുള്ള കൊച്ചു കുട്ടികൾ. അപ്പോൾ നമുക്ക് അഥവാ ഇത് രക്ഷപ്പെട്ട് പോയാൽ തന്നെ നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ രാവിലെ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ അത് അപകടമാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ ഒന്നുകിൽ മാളത്തിൻ്റെ അവസാനം വരെ, ഇല്ലെങ്കിൽ നമ്മൾ കണ്ട അതിഥി എവിടെ ഇരിക്കുന്നുവോ അതുവരെ തോണ്ടി മാത്രം, അല്ലെങ്കിൽ എടുത്താലേ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ഇവരെ 2-3 പേരുടെ സഹായത്തോടെ നമ്മൾ വീണ്ടും കളിക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മുടെ ദൗത്യം ഇപ്പോൾ നേരത്തെ ഏകദേശം ഒരു 4-5 മണിയോടെ ആരംഭിച്ച ദൗത്യമാണ്. ഇപ്പോൾ മണി 7 ആവാൻ പോകുന്നു, 7 കഴിയുന്നു. രാത്രിയായിട്ട് നമുക്ക് എന്തായാലും ഒരാളിനെ കൂടെ കിട്ടാനുണ്ട്. അത് 2 പേരെ ഒരുമിച്ച് കണ്ടതാണ്, പക്ഷേ ഒരാളിനെ കിട്ടിയുള്ളൂ. ഇപ്പോൾ നമ്മൾ നാട്ടുകാരുടെ സഹായത്തോട് 1-2 പേരുടെ സഹായത്തോടു കൂടി നമ്മൾ മാളം പൊളിച്ച് അവൻ്റെ അവസാന ഘട്ടമായി. പക്ഷേ നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മാന്ത് വണ്ടി വിളിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇവിടെ മുഴുവനും ഹോളാണ്. അത്രയും ഇടിക്കാന്ന് വെച്ചാൽ ഒരു പരിമിതിയുണ്ട്, ആൾക്കാർക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ചുകൂടിയും തെളിച്ച് നോക്കാമെന്ന് വിചാരിക്കും. നോക്കട്ടെ എന്തായാലും മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞില്ല, മിക്കവാറും പാതിരയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വെളുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കാണാം, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വെട്ടി വന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒത്തിരി ഉള്ളിൽ അത് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ക്ഷമയെന്ന് പറഞ്ഞ സാധനമില്ല. കാരണം അവർക്ക് ആദ്യം മൊബൈൽ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ മുന്നേ ഇരിക്കുന്നത്. ഈ അതിഥിയെ നമ്മളെന്തായാലും പുറത്തേക്ക് എടുക്കുകയാണ്. നമുക്ക് കാണാം അത് എവിടെയൊക്കെയോ മണ്ണ് കൊഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ഹോളുണ്ടെന്ന് തോന്നുന്നു. ഞാനിവിടെ വന്നപ്പോഴേ ഞാൻ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു കാലിൽ വേൻ എടുക്കണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്താണ്ടേ ഇദ്ദേഹത്തെ എന്തായാലും അദ്ദേഹം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയല്ല, ഞാൻ അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കുകയാണ്. കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് നല്ല മുറിവ്, തലയിലൊക്കെ മുറിവുണ്ട്. എന്തായാലും നമ്മൾ ഇടിച്ചതിൻ്റെയോ മറ്റൊരു മുറിവല്ല. എനിക്ക് തോന്നുന്നത് ഇണചേരുന്ന സമയത്ത് മിക്കവാറും അദ്ദേഹം തമ്മിൽ കടി കൂടുതലായിരിക്കാണ് സാധ്യത. നോക്കൂ, എന്തായാലും ഇണയായിട്ടില്ല. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഏകദേശം 4.5 അടിയോളം നീളമുണ്ട്. നല്ല ആരോഗ്യവാൻ പക്ഷേ 6 വയസ്സിനടുത്ത് പ്രായമുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത ഉള്ളത് എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവർ ജോഡി അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കിയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ നമ്മൾ താഴെ പോയിട്ട് എല്ലാവരും നിൽക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവർക്കും വിശാലമായിട്ട് നിൽക്കാൻ സ്ഥലത്ത് നമ്മളെവിടെയും കണ്ടിട്ട് ഈ 2 പേരെ ഇറക്കി കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഇപ്പോൾ സംസാരിക്കുന്നില്ല. ബോട്ടിൽ എന്തായാലും കൊണ്ടുവരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ, ഇദ്ദേഹം ആണാണോ പെണ്ണാണോ എന്നൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് കണ്ട 2 പേരെ എന്തായാലും നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട, വേറെ ആരെയും കിട്ടില്ല, വേറെ ആരും ഇല്ല നമ്മൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് മുറിവുണ്ട്, പക്ഷേ കടിച്ച മുറിവുകളാണ്. അല്ലാതെ നമ്മൾ വെട്ടിയപ്പോഴോ കിളച്ചപ്പോഴോ അല്ലെങ്കിൽ പാരയിട്ടപ്പോഴോ ഒന്നും ഉണ്ടായ മുറിവില്ല. ചെറിയ കടിയുടെ പാടുകൾ നമുക്കിവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കടിയുടെ പാടുകൾ
ഇവിടെയൊക്കെ കടിയുടെ ചെറിയ കടിയുടെ പാട് തലയുടെ പിൻഭാഗത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇണചേരുന്ന സമയത്ത് മൃഗീയമായി ഇണചേരുന്ന ഒരു ജീവിയാണ് പാമ്പുകൾ. അപ്പോൾ അവർക്ക് ആ സമയത്ത് പോലും അദ്ദേഹത്തിന് അവർക്ക് ഇണയോട് പോലും സ്നേഹമില്ലാത്തൊരു ജീവിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് പോകുന്ന ലൈറ്റൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇറക്കി ഇവർക്ക് മുഴുവൻ ആൾക്കാരെ നമുക്ക് രണ്ടുപേരും ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും താഴോട്ട് പോകാം. വളരെ സന്തോഷമുണ്ട്. കാരണം ഈ വർഷത്തെ രണ്ട് അതിഥികൾ എന്ന് പറയുമ്പോൾ രണ്ട് അതിഥികൾ ഇണചേരുന്നു എന്ന് പറഞ്ഞ് അവർ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് യാത്ര ചെയ്ത് ഞങ്ങളിവിടെ കോട്ടയം റബ്ബർ ബോർഡിൻ്റെ, അതായത് നമ്മുടെ ഉതുപ്പള്ളിക്ക് അടുത്ത് റബ്ബർ ബോർഡിൻ്റെ ട്രെയിനിങ് സെൻറ്ററിന് അടുത്താണ് ഒരു വീട്ടിൽ, ബാബു എന്ന് പറയുന്ന അവരുടെ വീട്ടിലാണ് ഈ രണ്ട് പേര് ഇണചേരാനായി വന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു രണ്ടുപേരും ആണുങ്ങളായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ഈ രണ്ടുപേരെയും ബാബുച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടനല്ല വിളിച്ചത്, വേറെ നാട്ടുകാർ ഒത്തിരി പേര് വിളിച്ചു. അപ്പോൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം എല്ലാവരും കൂടി വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു മൊബൈലിലാണ് വിളിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഞാൻ ഒട്ടനവധി കോളുകൾ ഒഴിവാക്കുകയാണ്. കാരണം വയ്യായിക ഉള്ളതുകൊണ്ട് എനിക്ക് വെട്ടാനോ കളയ്ക്കാനൊന്നും പറ്റില്ല. ഒരു മാസം വരെ റെസ്റ്റ് വേണ്ടുന്നൊരു സാഹചര്യമാണ്. പക്ഷെ ഞാൻ അതൊന്നും വകവെക്കാതെ സഞ്ചരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ കുറച്ച് നാട്ടുകാരുടെ സഹായത്തോടു കൂടി നമ്മളെന്തായാലും ഇവർ രണ്ടുപേരെയും പിടികൂടി. ആണും പെണ്ണും തന്നെയാണ്. എന്തായാലും ഇദ്ദേഹത്തിന് ഈ അതിഥിക്ക് ഏകദേശം 7 വയസ്സോളം പ്രായവും ഇദ്ദേഹത്തിന് 6 വയസ്സോളം പ്രായമാണ്. ഫീമെയിലും മെയിലും, ആണും പെണ്ണും. ഇദ്ദേഹം പെണ്ണാണ്, ഇദ്ദേഹം ആണാണ്. നോക്കൂ, ആണാണ്. ഇവർ ഇണചേർന്നിരുന്നെങ്കിൽ മിക്കവാറും ആ മാളത്തിൽ തന്നെ മുട്ടയിട്ടാണ്. കാരണം നല്ല തണുപ്പ്, നല്ല അന്തരീക്ഷം. അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് താഴേക്ക് കുഞ്ഞുങ്ങൾ താനേ പുറത്തേക്ക് പോയാൽ. പിന്നെ ഇവർ ഇണചേർന്ന് കഴിഞ്ഞ് മാളത്തിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ കാണാനായിട്ട് സാധ്യത ഉണ്ടാവില്ല. കാരണം ഇവർ എന്നും പുറത്തേക്ക് ഇറങ്ങില്ല. രാത്രി എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാനായിട്ട് പൈപ്പിൻ്റെ ഇവിടെ വെള്ളം കിടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം കിടക്കുന്ന സ്ഥലത്തോ കുളിമുറിയുടെ സൈഡിൽ വേസ്റ്റ് കുളിക്കുന്ന സ്ഥലത്തൊക്കെ പോയി പാമ്പുകൾ വെള്ളം കുടിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് രാത്രി കാലങ്ങളിലൊക്കെ. അതുപോലെ വെള്ളം കുടിക്കും. ചിലപ്പോൾ പടം പൊഴിക്കാനായി ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയെന്നിരിക്കാം. ഇത് രണ്ടുപേരും നല്ല വലിയ ആരോഗ്യം ഉണ്ടെന്ന് പറയുന്നില്ല. രണ്ടുപേർക്കും ആരോഗ്യമുണ്ടെന്ന്, നല്ല ആരോഗ്യമുണ്ടെന്ന് പറയുന്നില്ല. ഒരുവിധ ആരോഗ്യമുള്ളവരാണ്. ഇവിടെയൊക്കെ ഇവർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യമുണ്ട്. ഈ പുതിയ വർഷത്തിലെ 2 അതിഥികളെ 2019 2 അതിഥികളെയും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9387974441.